വിൻഡ് ബ്രേക്കർ ക്ലോവർവർക്സിന്റെ ഏറ്റവും പുതിയ ആനിമയാണ് വിൻഡ് ബ്രേക്കർ എന്ന് പറയുന്നത്. ഈ സെയിം നെയിമിൽ തന്നെ മറ്റൊരു മാൻവ കൂടെയുണ്ട്. ബട്ട് ഇത് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് മാംഗയിൽ നിന്നുമാണ്. രണ്ടും ഡിഫറെൻറ്റ് സ്റ്റോറീസ് ആണ് പറയുന്നത്. അപ്പോൾ വിൻഡ് ബ്രേക്കർ ആനിമെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതും ഒരു ഹൈസ്കൂൾ ഗ്യാങ് ഫൈറ്റിംഗ് ബേസ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആനിമയാണ്. സോ ഇനിയിപ്പോൾ ഏതൊരു ആനിമെ വന്നാലും ഹൈസ്കൂൾ ഗ്യാങ്സ് ഒക്കെ ആയിട്ട് വന്നാലും ടോക്കിയോ റിവെഞ്ചേഴ്സുമായി കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ സാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓൾസോ ഇപ്പോൾ ഓൺ ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബുച്ചിഗിരി ഏകദേശം സെയിം പ്ലോട്ടാണ്. ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ വിൻഡ് ബ്രേക്കർ ടോക്കിയോ റിവെഞ്ചേഴ്സുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യം ഒന്നും തന്നെയില്ല. സോ വിൻഡ് ബ്രേക്കറിൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ സാക്കുറ എന്ന് പറഞ്ഞ ഒരു ബോയാണ്. സാക്കുറ ക്യാരക്ടർ കുറച്ച് സ്പെഷ്യലാണ്. കാരണം അവൻ്റെ ഫേസിൽ ഹാഫ് പാർട്ട് ഐസും ഹെയറും ഡിഫറെൻറ്റ് കളറാണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ കുറേ അധികം പ്രശ്നങ്ങളും ബുള്ളിങ്ങും എല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ സാക്കുറ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ ആണ്. അങ്ങനെ സാക്കുറ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളവരെ അന്വേഷിച്ച് ഇറങ്ങി. സോ അതിനുവേണ്ടി വേറൊരു പ്ലേസിലുള്ള ഫുറിൻ ഹൈ എന്ന സ്കൂളിൽ ചേരുന്നു. ഫുറിൻ ഹൈ ഒരു നോർമൽ സ്കൂളല്ല, മറിച്ച് അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാം തക്സും അതുപോലെ ബ്രൗളേഴ്സും ഒക്കെയാണ്. സോ ഇതൊക്കെ കേട്ടിട്ട് അവിടെ സ്ട്രോങ് ആയിട്ടുള്ളവരെ എല്ലാം ബീറ്റ് ചെയ്ത് ആ സ്കൂളിലെ ടോപ്പ് പൊസിഷനിൽ എത്താമെന്ന് വിചാരിച്ചാണ് സാക്കുറ അവിടെ ജോയിൻ ചെയ്തത്. എന്നാൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ആ ടൗണിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ അവസ്ഥ എന്താണെന്നൊക്കെ. ഫുറിൻ ഹൈസ്കൂളിലെ പിള്ളേരാണ് ആ ടൗൺ പ്രൊട്ടക്റ്റ് ചെയ്തത്. ബോഫുറിൻ എന്നാണ് അവരെ വിളിക്കുന്നത്. ഈ സ്കൂളിലെ പിള്ളേരാണ് ആ ടൗൺ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ബാക്കിയുള്ള ഗ്യാങ്സ് അതുപോലെ ക്രിമിനൽസിൽ നിന്നെല്ലാം ഈ ഒരു സ്ഥലത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പിന്നെ അവിടെ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതായത് സാക്കുറ ഇങ്ങനെ ഹാഫ് ഇതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവനെ ആരും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാറില്ല. ബട്ട് അവൻ അവിടെ എത്തിക്കഴിയുമ്പോൾ വളരെ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവനൊരു ഹീറോയിനെ പോലെ തന്നെ എല്ലാവരും ട്രീറ്റ് ചെയ്യുകയെല്ലാം ചെയ്യുകയാണ്. സോ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതിലേക്കാണ് നമ്മുടെ സാക്കുറ എത്തിപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള സ്റ്റോറി എന്താണെന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഇനി വരുന്ന എപ്പിസോഡുകളുടെ സ്റ്റോറി എന്താണെന്ന് നിങ്ങൾ കണ്ടു തന്നെ എന്തായാലും മനസ്സിലാക്കുക. വളരെ നല്ല മികച്ചൊരു ആനിമയാണ്. അപ്പോൾ വിൻഡ് ബ്രേക്കർ ആനിമി ഒരു നല്ല ഷോണൻ ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ആനിമയാണ്. പിന്നെ ആനിമേഷൻ ആൻഡ് ക്യാരക്ടേഴ്സ് എല്ലാം കിടലാണ്. 18 എപ്പിസോഡുകളാണ് ടോട്ടലി ഈ ഒരു സീസണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാങ്ക വായിക്കാൻ താല്പര്യമുള്ളവർക്ക് മാങ്ക അവൈലബിൾ ആണ് ഇതിൻ്റെ. പിന്നെ മാങ്ക സെർച്ച് ചെയ്യുമ്പോൾ വിൻഡ് ബ്രേക്കർ മാൻവയും വന്നേക്കാം. അത് ഒരു കിടലൻ ഐറ്റം തന്നെയാണ്. സോ ചൂസ് ചെയ്യുമ്പോൾ നോക്കി എടുക്കുക.